ആ രേണു, നമ്മളെ വീഡിയോനെ പറ്റി ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ട് ചാനലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം ചേട്ടാ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് പറയാനാണെങ്കിലും പോസിറ്റീവ് പറയാനാണെങ്കിലും എല്ലാവരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ അത്രയ്ക്കും എന്താ പറയാ എല്ലാവരും മനസ്സിൽ എടുത്തുകൊണ്ടുമാണല്ലോ അങ്ങനെ നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേൾക്കണം. അത് ഒരുപാട് സന്തോഷം, എല്ലാവരും ഏറ്റെടുത്തത് കൊണ്ട് ഒരുപാട് സന്തോഷം. അതെ അതെ, ഞാൻ ഇവരോടൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ റീൽ എന്ന് പറഞ്ഞാൽ റീലായിട്ട് മാത്രം കണ്ടാൽ മതി. അതിലെ റീലായിട്ട് കാണുക, റീൽ എന്ന് പറഞ്ഞാൽ സമയം പോകാനുള്ളൊരു ഇത് അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ സംഭവമായിട്ടൊന്നും കാണുന്ന കാര്യമില്ലാന്ന്. പിന്നെ ഒരു എന്റർടൈൻമെന്റ്, നമ്മുടെ മൈൻഡും ഓക്കെ ആകും, പിന്നെ ഹാപ്പി ആവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ കണ്ട ആൾക്കാർ പറയുന്ന പോലെ സംഭവമൊന്നും അല്ല. അവിടെ നമ്മുടെ കൂടെ ക്രൂ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, അതുപോലെ കൂടെ ആൾക്കാർ എല്ലാരും ഉണ്ടായിട്ടല്ലേ. അല്ലാതെ ഒറ്റയ്ക്ക് മാറി ഒരു ബീച്ചിനകത്ത് തന്നെ നിന്ന് ഫോണിൽ ഷൂട്ട് ചെയ്ത സംഭവമൊന്നും അല്ലല്ലോ. അതെ അതെ. അപ്പൊ രേണു പൊളിച്ചെടുക്കുക. അതെനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. രേണുവിന്റെ മകൻ എന്നെ രേണുവിന്റെ ഫാമിലി സപ്പോർട്ടാന്ന് രേണു പറഞ്ഞറിവ് എനിക്കുണ്ട്. അത് കൂടുതൽ എനിക്കറിയില്ല. മക്കൾ ഇഷ്ടപ്പെട്ടോന്നൊന്നും എനിക്ക് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ. ഇത് ഇന്ന് രേണു കഴിഞ്ഞാൽ നാളെ വേറെ ആളെ കൂടെ റീഡ് ചെയ്യും. വേറെ വ്യക്തി കോണ്ടാക്ട് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ന്യൂസ് 18 ചാനലിൽ ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബ്രോ. അല്ല, ഒരു ഓൺലൈൻ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ആയിരുന്നത്. ആ സമയത്ത് ഞാൻ രേണുവിനെ കോൺടാക്ട് ചെയ്തിരുന്നു. രേണു ജോയിൻ ചെയ്തു, ഞാൻ ജോയിൻ ചെയ്തു. സത്യല്ലേ പറഞ്ഞത്? അത് അങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല. രേണു പറഞ്ഞത് ചെലവിന് തരില്ല ആരും. പക്ഷെ ഇത് റീൽ ചെയ്ത് എന്താ കാശ് കിട്ടും? എനിക്ക് കാശൊന്നും കിട്ടിയില്ല. റീൽ ചെയ്തിട്ട് കിട്ടിയോ? റീലിന് കാശ് കിട്ടുന്ന പരിപാടി എനിക്കറിയില്ല. ഇത്ര കാശൊന്നും കിട്ടില്ല. അത് ചവിട്ടുപടിയാണ്. അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് ഭാവിയിലേക്ക് സിനിമയിലേക്ക് അവസരം കിട്ടാൻ റീൽസ് അത് 100%. പണ്ട് നമ്മളെ നാടകത്തിൽ നിന്നും മിമിക്രി എന്നാണ് സിനിമകളിലേക്ക് ആൾക്കാർ കയറി. അപ്പോൾ നേരെ മാറിയില്ലേ. ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്ന് സിനിമകളിൽ കയറുന്ന കുറേ ലേഡീസ് ഉണ്ട്, ജെൻസ്. നമ്മളെ വാളയിൽ അഭിനയിച്ച പോകില്ല, പുള്ളിന്റെ പേരൊക്കെ ഓർമ്മയില്ല, രോമാഞ്ചത്തിൽ അഭിനയിച്ച നത്ത്, അവരൊക്കെ സോഷ്യൽ മീഡിയ കൂടെ സിനിമ കയറിയ ആൾക്കാരാണ് അല്ലേ. അപ്പം ഞാനും അത് ആഗ്രഹിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ കൂടെ സിനിമക്കാരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത് ഇപ്പം അതാണ് അതിന്റെ വഴി. നാടക മിമിക്രി മാറി. വൈറലാവാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വകുപ്പുകളുണ്ട്. ഒന്ന് എന്നെ തന്നെ പറയാം, ദാസേട്ടൻ കോഴിക്കോട്. ഞാൻ കുറച്ച് കാലങ്ങളായി സിനിമയിൽ ഇതിൽ അഭിനയിക്കുന്ന ആളാണ്. രണ്ടാമത് എനിക്കുണ്ടാവും, തീർച്ചയായും. എനിക്ക് 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ബ്രോ. അവരുടെ ഓഡിയൻസ് ഇഷ്ടപ്പെടാൻ, അത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. രണ്ടാമത്തത് പാട്ട് സെലക്ഷൻ. മൂന്നാമത്തത് രേണു കോൺട്രിബ്യൂഷൻ, രേണു വന്നത്. നാലാമത്തത് സിനിമാറ്റിക് സ്റ്റൈൽ ഓഫ് റീൽ ക്രിയേറ്റ് ചെയ്ത DOP. ഈ 4 ഘടകങ്ങളും ഹെലിക്യാം ഷോട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ അങ്ങനത്തെ ഷോട്ടുകൾ എടുക്കുന്നത് വളരെ കുറവാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പം ഈ 4 ഘടകങ്ങളും, DOP അവിഭാജ്യ ഘടകമാണ്, ഞാൻ അവിഭാജ്യ ഘടകം തന്നെയാണ്, രേണു അവിഭാജ്യ ഘടകം തന്നെയാണ്, പിന്നെ പാട്ടും അവിഭാജ്യ ഘടകമാണ്. പിന്നെ പാട്ടിൽ അത് പ്രത്യേകിച്ച് വേണം. എനിക്ക് ഏറ്റവും നമ്മളെ സിനിമ ഫീൽഡിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ദിലീപേട്ടൻ്റെ തങ്കമണി. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ദിലീപേട്ടൻ്റെ കൂടെ. എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിലീപേട്ടനെ പറ്റി ആരെന്ത് പറഞ്ഞാൽ എനിക്ക് വിഷയമില്ല. പക്ഷേ എനിക്ക് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ദിലീപേട്ടനെ ഞാൻ കാണും. ദിലീപേട്ടനക്ക് ഭയങ്കര അത്രയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ദിലീപേട്ടൻ. ബാക്കി വിവാദങ്ങളൊക്കെ ഞാൻ പ്രതികരിക്കുന്നേ ഇല്ല. അദ്ദേഹത്തിനോട് സിനിമ എനിക്ക് ചെയ്യാൻ പറ്റി. എന്നോട് പറഞ്ഞു, ദാസേട്ടൻ കോഴിക്കോട്, എൻ്റെ മോള് മീനാക്ഷി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെന്നുള്ളത്. എൻ്റെ വീഡിയോസ് പുള്ളിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ ആ വീഡിയോ പോസ്റ്റ് അങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ 90s, ഞാനൊരു 80 പകുതി കിഡാ. ആ സമയത്ത് എനിക്ക് ഇൻസ്പിറേഷനാണ് ദിലീപേട്ടൻ്റെ സിനിമകൾ. മനസ്സിലായി? ആ വ്യക്തിയൊക്കെ നല്ല ബഹുമാനമാണ്. അത് എന്ത് വിവാദങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നില്ല, അതെന്ത് ആയിക്കോട്ടെ, അതിലേ കിടക്കുന്നില്ല. റീൽ ഇപ്പൊ ദിലീപേട്ടൻ്റെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമാണ്. ദിലീപേട്ടൻ ഗോപിക്കും ദിലീപേട്ടനും തകർത്ത് അഭിനയിച്ച വീഡിയോ ആണത് അല്ലേ. അപ്പൊ ഒന്നുമില്ല, നെവർ. ദിലീപേട്ടൻ ചെയ്ത ഈ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. വീഡിയോ സെലക്ട് ചെയ്തത് ഞാൻ മാത്രമാണ്. ഞാൻ സെലക്ട് ചെയ്ത് ഇവരുടെ അടുത്ത് കൊടുക്കുക ചെയ്തത്. അതിൽ വേറെ ആൾക്കാരെ കൈയെടുത്തിലൊന്നുമില്ല. ദിലീപേട്ടൻ്റെ ഈ വീഡിയോ ചാന്തുപള്ളി എനിക്ക് ഇഷ്ടമാണ്. ഏത് പോസിറ്റീവായി കാണുന്നത്? ഞാൻ നെഗറ്റീവായി എടുക്കുന്ന സ്വഭാവക്കാരനല്ല. പോസിറ്റീവായി കാണുന്നു, വേറെ ഒന്നുമില്ല. ഇന്റിമേറ്റ് സീനുകൾ ചെയ്യുമെന്നുള്ളത് പ്രസക്തി ഇല്ല. രേണുവിനൊപ്പം വീഡിയോസ് ചെയ്യും. അതൊരിക്കലല്ല. രേണു എന്ന വ്യക്തിയും ഞാനും കൂടി കൂടിയെ കൊണ്ട് വൈറലാണ്. ഇന്റിമേറ്റ് സീൻ അത് പിറകെ വരുന്നുണ്ട്, അതൊക്കെ വെറുതെ പറയാം. വീഡിയോസ് ചെയ്യും രേണു എന്നുള്ളതല്ല. ആരോട്
വർക്കൗട്ട് ആണോ അല്ലെങ്കിൽ ഇത് എങ്ങനെ കാണുന്നവർക്കൊരു ഫീൽ അവിടെ വർക്കൗട്ട് ആയാൽ മാത്രമേ ഇത് കാണുന്നവർക്ക് ഫീൽ വർക്കൗട്ട് ആണെന്ന് അവരുടെ തീരുമാനിക്കുക. എനിക്ക് എന്തായാലും വർക്കൗട്ട് ആയിരുന്നു, രേണുവിന് വർക്കൗട്ട് ആയിരുന്നു. നല്ല അടിപൊളി റീൽസ് ചെയ്യാൻ പറ്റിയ ഔട്ട് അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഞങ്ങൾ വന്നു വൈപ്പിൻ ബീച്ചിൽ ഒരു ഡ്രസ്സൊക്കെ മാറ്റി ഇവര് ടീമുകൾ എൻ്റെ കാറ് നേരെ കൊണ്ടുവന്നു ബീച്ചിൻ്റെ മുമ്പിൽ നിർത്തി അഭിനയിച്ച് കഴിച്ചപ്പോൾ ഞങ്ങളെ മേലൊക്കെ വെള്ളം പൂഴിയാണ്. പിന്നെ ഇവന്മാർ കാറ് കയറ്റുന്നില്ല, എൻ്റെ കാറ് പൂഴിയാവും. ഞങ്ങൾ 1/2 കിലോമീറ്റർ ഞങ്ങൾ രണ്ടാമത് നടന്നു. അപ്പോൾ കുറേ ആൾക്കാർ സൈഡിൽ നോക്കുന്നത് ആരുടെ കണ്ട് പരിചയമുണ്ടല്ലോ. 1/2 കിലോമീറ്റർ നടന്ന് ഡ്രസ്സ് മാറ്റി ശേഷമാണ് ഇവരെൻ്റെ കാറ് കയറ്റുന്നത്. എന്താ വെച്ചാൽ അത്രയും ഞങ്ങൾ പൂഴിയിൽ നനഞ്ഞ് ആകെ ഒരു പിന്നെ 2 മറിച്ചിൽ മറിഞ്ഞു. അപ്പം അവിടുന്ന് DOPന്റെ കൂടെയുള്ള ഫ്രണ്ട് പിടിച്ചു ദാസേട്ടാ 3 മറിച്ചിൽ മറിഞ്ഞാൽ മതിയെ, 4ാമത്തെ മറിച്ചിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ റിസ്കി ഷോട്ടാണ്. അത് ഞങ്ങൾ ഇത്ര റിസ്ക്കാണ്. ദിലീപേട്ടനും ഗോപിക്കും ആ സീൻ അഭിനയിക്കും എത്ര ഇതുണ്ടാവില്ലേ. ഒന്നുമില്ല, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചിലവായത് ഞാൻ പറഞ്ഞുതരാം. ഇവന്മാരെ കാറിലാണ് എന്നെ കൊണ്ടുപോയത് DOPയുടെ. അപ്പോൾ രേണു ഞാനും പോയി. ഇവന്മാർക്ക് ഞാൻ ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇല്ല ഫുഡ് വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടെ അത്രേ ഉള്ളൂ, വേറെ ചിലവൊന്നുമില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ആ ഒരു ചിലവ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ, വേറെ ചിലവില്ല. അല്ലാതെ ഇത് കോടികളെ ചിലവൊന്നുമല്ല. ഈ രേണുവിന്റെ ഭാഗത്ത് നോക്കുമ്പോഴും രേണു പറഞ്ഞ ശരിയല്ലേ, അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ അതിനിപ്പോ എന്താ ചെയ്യുന്നതിനിപ്പോ തെറ്റെന്താ ബ്രോ? ഒരു കുഴപ്പമില്ല, ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യണം. ഇത് 2025 2025 ആണ് അല്ലേ, പഴയ കാലഘട്ടമൊന്നുമല്ല. നീ പുറത്തിറങ്ങരുത്, ഭർത്താവ് മരിച്ച സ്ത്രീ സതി അനുഷ്ഠിക്കണം, ഭർത്താവിനെ ചതിയിൽ ചാടിച്ചാണം, അതൊക്കെ കാലം കഴിഞ്ഞു, അതൊക്കെ എന്നോ കഴിഞ്ഞു. നമുക്ക് ജീവിക്കാൻ, നമുക്ക് ഇൻഡിവിജ്വലാണ് നമ്മുടെ ലോകത്ത്. നമ്മളൊക്കെ ഒറ്റയ്ക്ക് ജനിക്കുക, ഒറ്റയ്ക്ക് മരിക്കുക, കൂടാതെ ഇവിടെ വന്ന ശേഷം ഭാര്യ മക്കൾ ബന്ധങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, തിരിച്ച് ഒരുമിച്ച് ഒറ്റയ്ക്ക് നമ്മൾ തിരിച്ചു പോകണം അല്ലേ. അപ്പം നമുക്കൊരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സണാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ തീരുമാനിക്കണം. അത് ആരാ, ഞാനാണെങ്കിലും രേണു ആണെങ്കിലും എനിബഡി ആരാണെങ്കിലും അല്ലെ ബ്രോ ആണെങ്കിലും നമ്മുടെ തീരുമാനത്തിൽ നമുക്ക് വരണ്ട് അല്ലേ. അങ്ങനെ ചിന്തിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ റീലാ ചെയ്യുന്നത്, രേണു സുധി എൻ്റെ കൂടെ പേരായിട്ട് അഭിനയിക്കുന്നത്. ഞങ്ങൾ അവിടെ സംസാരിച്ചു, വീഡിയോ കോൾ ചെയ്ത്. പിന്നെ എന്താണ് ഒന്നും വൈഫിന് കുഴപ്പമൊന്നും ഞങ്ങൾ ലിപ് ലോക്ക് ഒന്നല്ലല്ലോ അവിടെ ചെയ്ത്. ആണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനെത്ര വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങൾ? ഓരോ സിനിമകളിൽ പല ആൾക്കാർ സിനിമകളുടെ പേര് പല ആൾക്കാർ ലിപ് ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പൊ ലിപ് ലോക്ക് ഇല്ലാത്ത സിനിമകളുണ്ടോ? തമിഴാണെങ്കിൽ മലയാളമുണ്ടോ? അവന് ഭാര്യയും കുട്ടിയോടില്ല, അഭിനയിക്കുന്ന ആൾക്കാർ അവർക്ക് ഭാര്യയും ഭർത്താവും മക്കളില്ലേ. അവിടെ ആരും വിവാദം ഉണ്ടാക്കി. നിങ്ങൾ ചാനലുകാർ അങ്ങോട്ട് പോകുന്നുണ്ട് വിവാദം ഉണ്ടാക്കിയിട്ടോ. സിനിമ വേറെ, റീല് വേറെ. സിനിമയും റീലും ഒരേപോലെ ബ്രോ, രണ്ടും അഭിനയം തന്നെയാണ്. അല്ല ഭർത്താവ് മരിച്ച സ്ത്രീകൾ സിനിമകളിൽ അഭിനയിക്കുന്നില്ലേ? KPSC ലളിത ചേച്ചി, ഭരത സാർ അല്ലേ, പിന്നെ മല്ലിക സുമാർ മേഡം, അവരൊക്കെ അഭിനയിക്കുന്ന സിനിമകളിൽ. അതൊക്കെ വെറുതെ മിഥ്യധാരണകളാണ് അല്ലേ. ഭർത്താവ് മരിച്ച സ്ത്രീ അഭിനയിക്കാൻ പാടില്ല, ഭാര്യ മരിച്ച പുരുഷൻ അഭിനയിക്കാൻ പാടില്ല. അതൊക്കെ എവിടെ നിന്ന് പറഞ്ഞു വന്നത്? രേണുവിന് എനിക്ക് അറിയാം, രേണുവിൻ്റെ കോൺടാക്റ്റ് ഉണ്ട്, പരിചയമുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് അന്ന് റീൽ എടുക്കുന്ന ആ സ്പോട്ടിൽ അവിടെ നിന്നാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ രേണു ഞങ്ങൾ സംസാരിക്കുമ്പോൾ രേണു നമുക്ക് റീൽസ് എടുത്താലെന്ന് ചോദിച്ചു. രേണു പറഞ്ഞു ഓക്കെ ചേട്ടാ നമുക്ക് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ പറഞ്ഞു. നോക്കുമ്പോൾ എൻ്റെ ഒരു ഫോണിൽ ഈ ഒരു റീലാണ് കയറി വന്നു, ഈ പാട്ട് ഇതെടുക്കാം, ഓക്കെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അങ്ങനെ ഡിബിൻ്റെ മണം എന്ന് പറഞ്ഞ വീഡിയോഗ്രാഫർ നമ്മൾ എൻ്റെ സുഹൃത്താണ്, പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു. സിനിമാറ്റിക് സ്റ്റൈലിൽ പുള്ളി എടുത്തു തന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതെ, സുധിച്ചേട്ടൻ്റെ വിയോഗത്തിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അതിന് ശേഷമാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പായത്. അതിന് നമുക്ക് അറിയില്ലല്ലോ. ഈ കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം ഒരുപാട് സഹായങ്ങൾ രേണുവിനെ തേടി വന്നിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരിക്കെ ഇന്റിമേറ്റ് സീനുകൾ രേണുവിനെ മോശമായി ബാധിക്കും എന്ന് ചിന്തിച്ചിരുന്നു? ഇല്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു റൊമാൻറ്റിക് സോങ് സെലക്ട് ചെയ്തു. എൻ്റെ ഒരു പേര് വൺ ഓഫ് ദി ലേഡിയാണ്, അത്ര മാത്രമേ കാണുന്നുള്ളൂ. അത് രേണു ആണോ അല്ല എന്ന് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സീൻ എടുത്താൽ അവർ ഓക്കെയാണ്, അത്ര മാത്രമേ. അത് സുധിച്ചേട്ടൻ്റെ വൈഫാണ്, അവരെ ബാധിക്കുമോ എന്നുള്ള ഇതൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ റീൽ എടുക്കുന്നു, ഒരു പാർട്ട്ണർ രേണു വന്നു, ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. കമന്റ്സിൽ എന്തായാലും ഉണ്ടാവും. അതായത് ഇന്റിമേറ്റ് സീനുകളുള്ള ഒരു വീഡിയോ ആകുമ്പോഴത്തേന് നല്ല കമന്റുകൾ ഉണ്ടാവും, മോശം കമന്റുകൾ ഉണ്ടാവും. അപ്പോൾ ജീവിച്ച് കാണിക്കുന്നതിന് പകരം കാണിച്ച് ജീവിക്കുന്നു. അതൊക്കെ ഞാൻ അപജ്ഞതയോടെ തള്ളുന്നു ബ്രോ. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. രേണു കറക്റ്റ് എനിക്ക് തോന്നുന്നു നെഗറ്റീവിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ നെഗറ്റീവിനാണ് മറുപടി കൊടുക്കുന്ന ആളെയല്ല. അപ്പം അതൊക്കെ ഒരു ചില ആൾക്കാരെ ചില ജൽപ്പനങ്ങൾ, അത്രേ ഉള്ളൂ. അത് അസറ്റം കോഴിക്കോടിനെ സംബന്ധിച്ച ഒരു വിഷയമല്ല. ഞാൻ 5 വർഷമായി ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് മുതൽ റീൽ എടുക്കുന്ന ആളാണ്. എൻ്റെ കൂടെ റീൽ ഒരാളെടുത്തു, അത് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. എന്നെ സംബന്ധിച്ച ഒരു വിഷയമല്ല. നമ്മൾ നെഗറ്റീവുകൾ അതിജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ രേണു എൻ്റെ കൂടെ വീഡിയോ എടുത്തു, രേണു കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്താ ചിന്തിക്കാനുള്ളത്? പറയുന്ന ആൾക്കാർ പറയട്ടെ, എന്നാലേ വീഡിയോ കയറുള്ളൂ.
പലരും പറഞ്ഞത് രേണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. ആ അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് ആ സിറ്റുവേഷൻ എത്തിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല ബ്രോ. ഞാൻ എന്നോട് ഇന്നലെ വിളിച്ച് സംസാരിച്ചു എന്നോട് കാര്യങ്ങളൊക്കെ. ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല. സ്വിച്ച് ഓഫ് ഒന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അവള് നാടകത്തിൽ സംഘമിത്ര നാടകത്തിൽ അവള് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഷോനെ തിരക്കാന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ പറ. ഇതിപ്പോ ഇത്രയും ഒരു ഇന്റിമേറ്റ് സീനൊക്കെ ചെയ്യാൻ തരത്തിലൊരു കംഫോർട്ടായിട്ട് എങ്ങനെയാണ് ആള്? അത് ഞാനാണോ? അല്ല, രേണു. ഞാൻ രേണു തന്നെ ഒരു എന്താ പറയാ, ആ ലേഡി ഓക്കെ ആണെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അത് കംഫർട്ട്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന പാർട്ട്ണർ അത് ആരാണെങ്കിലും അവരെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ച് അടിപൊളിയാണെങ്കിൽ പിന്നെ എന്താ നമുക്ക് നോക്കാനുള്ളത്? അതിപ്പോൾ രേണു എന്നുള്ള രീതി ഇങ്ങനെ ചിന്തിക്കരുത്. ഒരു ആസ് എ ആക്ടർ ചിന്തിക്കാൻ എന്ന് പറയുമ്പോൾ അതിന് റീസൺ ഈ 5 മില്യൺ റീച്ച് പോയി എന്ന് പറയുന്നതും ഈ അതൊക്കെ രേണു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് റീൽസ് ചെയ്തു. അത് രേണു ആയതുകൊണ്ട് 5 മില്യൺ 6 മില്യൺ കയറി. പക്ഷെ ഞാൻ എല്ലാവരും കൂടെ കയറുക ഞങ്ങൾ ബ്രോ പറയുന്നത്. ദാസേട്ടൻ കോഴിക്കോട് ഒരു വ്യക്തിനോട് റീൽസ് ചെയ്തു. ഇതേ റീൽസ് ചെയ്താൽ 5 മില്യൺ കയറൂല, 5 മില്യൺ കയറൂല, 2 മില്യൺ എങ്കിലും കയറും. രേണു അതിനെ കൊണ്ട് 2-3 മില്യൺ കൂടുതൽ കയറി, അത്രയേ ഉള്ളൂ. അത് രേണുവിനെ ഈ ഒരു സംഗതിക്ക് വേണ്ടി പിടിച്ചു കൂട്ടി വന്ന് സെലക്ട് ചെയ്തുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയല്ല. ഞാൻ റീൽസ് കുറേ ആൾക്കാരോട് ചെയ്തതാണ്. ഇതുവരെ സ്ത്രീകളോട് റീൽസ് ചെയ്യാത്ത ഒരാൾ ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റപ്പിന് വേണ്ടി രേണുവിനെ പോലത്തെ ഒരാളെ വിളിച്ചു വന്ന് റീൽസ് ചെയ്ത് ബ്രോയ്ക്ക് തോന്നുന്നില്ല. എൻ്റെ അക്കൗണ്ട് നോക്കിയാൽ കാണാം. ഞാൻ കുറേ റീൽസ് പല ആൾക്കാരോട് ചെയ്തതാണ്. അത് വളരെ നല്ല എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ എനിക്കുണ്ട്. അതിലൊരു ബെസ്റ്റ് വൺ ഓഫ് ദി ഫ്രണ്ട് രേണുവിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീഡിയോ കുറച്ച് റീച്ച് കയറി, അത്രയേ ഉള്ളൂ. ഈ ഒരുപാട് സ്ത്രീകൾ ദാസേട്ടൻ മൂലം തീർച്ചയായും ഉണ്ട്, ധാരാളം. ഞാൻ ക്ലച്ച് പിടിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ കൂടെ അഭിനയിച്ച സ്ത്രീകളെ ക്ലച്ച് പിടിച്ചിട്ടുണ്ട്.